Illuminati, Illuminati. Hi all, Namaskaram. This is Nandan and welcome back to Bald and Beard Vlogs. 2024 മലയാള സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാല് മലയാള സിനിമ ഭയങ്കര ഇതുവരെ കാണാത്തൊരു ഫേസിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 കോടി, 50 കോടി, എന്താണ് ഇതുവരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് തൂക്കിയടി, എന്താ പറയാ, ഭയങ്കരമായ ഒരു അനുഗ്രഹീത ഫേസിലാണ് മലയാള സിനിമ ഉള്ളത്. ഇപ്പൊ നമ്മൾക്ക് ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാനിപ്പോ അന്വേഷിപ്പിൻ കണ്ടത്തിലാണ് തുടങ്ങി, മോശമില്ലാത്ത പടം. അത് കഴിഞ്ഞിട്ട് ഭ്രമയുഗം കണ്ടു, ഗംഭീര പടം. അത് കഴിഞ്ഞിട്ട് മഞ്ഞുമ്മൽ ബോയ്സ് വന്നു, അത് അതിഗംഭീര പടം. അത് കഴിഞ്ഞിട്ട് പ്രേമല് വരുന്നു, മഞ്ഞുമ്മല് 200 crore അടിച്ചു, പ്രേമല് 100 crore, പ്രമയുഗം 50. അത് കഴിഞ്ഞിട്ട് അതുക്കും മേലെ ആടുജീവിതൊക്കെ വന്ന് നിൽക്കുന്ന സമയം അതും 100 കോടി അടിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോ 2024 ഇപ്പം ഏപ്രിൽ തന്നെ ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാല് വർഷങ്ങൾക്ക് ശേഷം വരാനുണ്ട്. ജയ് ഗണേഷ് വരാനുണ്ട്. അതേപോലെ ഈ കത്തനാരൊക്കെ വരും. കത്തനാര എപ്പോഴാണ് റിലീസ് എന്ന് അറിയില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മളെ ഇത് വരും. ഏതാണ് ആവേശം, നമ്മളെ ഫഫയുടെ ആവേശം വരുന്നുണ്ട്. ടർബോ റിലീസ് ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഭയങ്കരമായ ഒരു ഫേസിലേക്ക് കടന്നു വേണം. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഇടയ്ക്ക് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ ആവേശത്തില് ഗലാട്ട ആ പാട്ട് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫഫയുടെ എന്താണ് റങ്കൻ മോനെ ആ ഒരു സംഭവം, ആ ലുക്കും കാര്യങ്ങളും. അപ്പൊ അതിന്റെ ആ പാട്ടും ടീച്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ രണ്ടാമത്തെ പാട്ട് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടിന്റെ പേര്. അപ്പൊ ഇല്ലുമിനാറ്റി പാട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മള് നേരെ പോകുന്നു ഇല്ലുമിനാറ്റി കാണാൻ. സോ ഗൈസ്, പാട്ടിന്റെ പേര് ഇല്ലുമിനാറ്റി എന്നാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആവേശം, ജിത്തു മാധവൻ, ഫഹദ് ഫാസിൽ ആൻഡ് ഒബ്വിയസ്ലി സുഷിൻ ശ്യാമിന്റെ BGM-ഉം മ്യൂസിക്കും കൂടി വരുന്ന സമയത്ത് വേറെ ലെവൽ. അതിനേക്കാളും മികച്ച നമ്മളെ ദപ്സിയൊക്കെ ഉണ്ട്. ആൻഡ് അൻവർ റഷീദാണ് അതിന്റെ പ്രൊഡക്ഷൻ. ദപ്സിയും ആൻഡ് സുഷിൻ ശ്യാം ആൻഡ് ഫഹദ് ഫാസിൽ, ഈ 3 പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു ലെവലിലാവും. സോ ടൈം വേസ്റ്റ് ചെയ്യുന്ന, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഇല്ലുമിനാറ്റി. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല, ഇരുട്ടിൽ സിട്ടിവാളും രാജാവുക്ക് എല്ലാരും സുല്ല. ഇവനെ തൊഴുവാനായി ജനത്തിരക്ക്, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണ. കത്തിക്കൊണ്ട് വിദ്യാരംഭം ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി, അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി. ഇടയാങ്ങൊന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡാ സർബത്ത്, നൊടിയിൽ മതയാടും കരുത്ത്, പടച്ചു വിട്ട കടമുളകെ 10-ൽ 10. എന്റെ മകളെ യജാതി വൈബ് പാട്ട്, ഒരു രക്ഷയില്ലാത്ത പാട്ട്. തിയേറ്ററിൽ ഇതെല്ലാം പൂരപ്പറമ്പാന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് എടുത്ത് കാണും. എന്തായാലും ഏപ്രിൽ 11 റിലീസ്, വർഷങ്ങൾക്ക് ശേഷം. അതേപോലെ ആവേശമുണ്ട്. ഫസ്റ്റ് ഷോ, ഫസ്റ്റ് പ്രിഫറൻസ് എന്തായാലും നമ്മുടെ ഫപ്പേന്റെ, സുഷിൻ ശ്യാമിന്റെ, ദപ്സിയുടെ ആവേശത്തിന് തന്നെയാണ്. ബിക്കോസ് ഈ പാട്ട് കണ്ടാൽ തന്നെ അറിയാം ഒരു ഈ പടത്തിന്റെ ഒരു വൈബ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മള് മറ്റേ പാട്ട് കണ്ടു, ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട്. ആ പാട്ടും അതിനേക്കാളും ഒരു പിടി മുമ്പിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു സംഭവം. അത് ആ വരികളായാലും, മറ്റേ വിനായക് കൃഷ്ണകുമാർ, വിനായകാണെന്നോ
ലിറിക്സ് സൂപ്പർ ലിറിക്സ്, അതേപോലെ ദപ്സീന്റെ ആ വോയിസും സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കും കൂടി വരുന്ന സമയത്ത് വേറെ ലെവൽസ് ആണ്. പിന്നെ ഫാസ്റ്റ് ഫാദിന്റെ രംഗന്റെ അഴിഞ്ഞാട്ടം എന്തായാലും ഉറപ്പാണ്, ഒരു രക്ഷയില്ല. ഏതായാലും പാട്ട് പൊളിച്ചു. നമ്പർ 2 ഓൺ ട്രെൻഡിങ്. ആവേശം എന്ന് പറഞ്ഞാൽ അതിൽ പര ആവേശം വേറെ ഇല്ല. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി.